ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ യൂട്യൂബേഴ്സും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അവരുടെ ചാനലിൽ എങ്ങനെയാണ് ടാക്സ് ഇൻഫർമേഷൻ കൊടുക്കേണ്ടത് എന്നത്. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ US പൗരനല്ല എങ്കിൽ, അതായത് ഇന്ത്യ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തു നിന്നെല്ലാം ആണെങ്കിലും നിങ്ങൾക്ക് എങ്ങനെയാണ് ടാക്സ് ഇൻഫർമേഷൻ ഫിൽ ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നിങ്ങളുടെ ചാനൽ ഇന്ത്യ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടാക്സ് ഇൻഫർമേഷൻ ഫയൽ ചെയ്യുന്നതിന് അധികം കോംപ്ലിക്കേഷൻ ഒന്നും തന്നെ ഇല്ല. അതായത് ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിനായി നിങ്ങൾ മറ്റൊരാളുടെ സഹായമൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. വളരെ ഈസിയായ കുറച്ച് കാര്യങ്ങളെല്ലാം കൊടുത്ത് നമുക്ക് നമ്മുടെ ടാക്സ് ഇൻഫർമേഷൻ കംപ്ലീറ്റ് ചെയ്യാം. നമുക്ക് ഇതിനായി വേണ്ടത് പാൻ കാർഡ് നമ്പറാണ്. അതിനുശേഷം ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്നും കറക്റ്റായ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൻ്റെ ടാക്സ് ഇൻഫർമേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇതിനായി നമ്മൾ ആഡ്സെൻസ് അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മാനേജ് ടാക്സ് ഇൻഫോ എന്നൊരു ഇൻഫർമേഷൻ വന്നിരിക്കുന്നത് കാണാം. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പേയ്മെന്റ് അക്കൗണ്ട് യൂട്യൂബ് ഇന്ത്യ എന്ന് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആഡ് ടാക്സ് ഇൻഫോ എന്നൊരു ടാബ് കാണാൻ സാധിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ഫോം എന്നൊരു ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മുടെ ആഡ്സെൻസ് അക്കൗണ്ടിന്റെ പാസ്വേഡ് കൊടുത്ത് ഇത് നമ്മൾ തന്നെയാണ് എന്ന് വെരിഫൈ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ പാസ്വേഡ് കൊടുത്ത് നമ്മുടെ ആഡ്സെൻസിലേക്ക് വീണ്ടും ലോഗിൻ കൊടുക്കാം. ഇവിടെ പാസ്വേഡ് എൻ്റർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഇൻഫർമേഷൻ വന്നിരിക്കുന്നത് കാണാം. അതായത് എത്തരത്തിലുള്ള അക്കൗണ്ടാണ് നമ്മുടേത് എന്ന്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇൻഡിവിജ്വൽ എന്ന അക്കൗണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇൻഡിവിജ്വൽ എന്നത് നമ്മുടെ വ്യക്തിപരമായ അക്കൗണ്ടുകളെല്ലാമാണ്. നോൺ ഇൻഡിവിജ്വൽ എന്നത് എൻറ്റിറ്റി, ഓർഗനൈസേഷൻ, ബിസിനസ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കെല്ലാമാണ് ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ സാധാരണ ക്രിയേറ്റ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽ ആണ്. അതിനാൽ തന്നെ ഞാൻ ഇവിടെ ഇൻഡിവിജ്വൽ അക്കൗണ്ട് എന്ന് സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്തു. ഇനി അടുത്തൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത് ഇത് നിങ്ങൾ US പൗരനാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ US പൗരനല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇന്ത്യയിൽ നിന്നാണ് ഇത് സബ്മിറ്റ് ചെയ്യുന്നത്. അതിനാൽ തന്നെ ഞാൻ ഇവിടെ നോ എന്നാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. അടുത്തതായി ഇവിടെ വന്നിരിക്കുന്ന ഒരു ഓപ്ഷൻ ഇത് നമ്മുടെ ടാക്സ് ഫോം ഏതാണ് എന്ന് സെലക്ട് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് W8BEN എന്ന ഫോമാണ്. കാരണം നോൺ US ഇൻഡിവിജ്വൽസിന് ഈ ഒരു ഫോമാണ് സെലക്ട് ചെയ്യേണ്ടത്. നിങ്ങളുടെ എൻറ്റിറ്റി എല്ലാം ആണെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് W8BEN ഫോം എന്നത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഓട്ടോമാറ്റിക്കായി നമ്മുടെ നെയിം ഇവിടെ റിഫ്ലക്റ്റ് ആയിട്ടുണ്ട്. ഇവിടെ DBA ഇതൊന്നും നമ്മൾ ഒരു ചേഞ്ചസും വരുത്തേണ്ട ആവശ്യമില്ല. ഇനി മൂന്നാമതായി വന്നിരിക്കുന്ന ഇവിടെ നമ്മുടെ കൺട്രി സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇന്ത്യ എന്നാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. ഇനിയാണ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഫോറിൻ ടിൻ എന്ന ഭാഗത്താണ് നമ്മുടെ പാൻ നമ്പർ എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ കറക്റ്റായി തെറ്റൊന്നുമില്ലാതെ നമ്മുടെ പാൻ കാർഡ് നമ്പർ എൻ്റർ ചെയ്യുക. ഇനി അടുത്തൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇത് നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇവിടെ നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇത്തരത്തിലൊരു സ്ക്രീൻ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഇവിടെ ഒരു ടിക്ക് മാർക്ക് നമ്മൾ കൊടുക്കുക. ഇത്തരത്തിൽ ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം നമ്മുടെ അഡ്രസ് ഇവിടെ എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അഡ്രസ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ സ്ട്രീറ്റ് അഡ്രസ് എന്നത് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആഡ്സെൻസിൽ കൊടുത്തിരിക്കുന്ന നമ്മുടെ അഡ്രസ് ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ എൻ്റെ അഡ്രസ് ഇവിടെ ഫില്ലായിട്ടുണ്ട്. അതിനുശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. മെയിലിംഗ് അഡ്രസ് ഈ സെയിം ആസ് പെർമനന്റ് റെസിഡൻസ് അഡ്രസ് എന്ന്. അപ്പോൾ എൻ്റെ പെർമനന്റ് അഡ്രസ്സും മെയിലിംഗ് അഡ്രസ്സും ഒന്ന് തന്നെ ആയതുകൊണ്ട് ഞാൻ ഇത് ഇവിടെ ടിക്ക് ചെയ്യുകയാണ്. നിങ്ങളുടെ പെർമനന്റ് അഡ്രസ് അല്ലെങ്കിൽ മെയിലിംഗ് അഡ്രസ് നിങ്ങൾക്ക് ഡിഫറൻ്റ് ആയി എല്ലാം സെലക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മെയിലിംഗ് അഡ്രസ് ഇവിടെ ഡിഫറൻ്റ് ആയി എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ നമുക്ക് ഇത്തരത്തിൽ ആർ യു ക്ലെയിമിംഗ് എ റെഡ്യൂസ്ഡ് റേറ്റ് ഓഫ് വിത്ത് അണ്ടർ എ ടാക്സ് ട്രീറ്റി എന്ന് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് യെസ് എന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ വന്നിരിക്കുന്ന ഈ ഒരു ബോക്സ് ടിക്ക് ചെയ്യുക. ഇനി നമുക്ക് ഇവിടെ നമ്മുടെ കൺട്രി സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ഇന്ത്യ എന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്.
അതിനുശേഷം ഇവിടെ സ്പെഷ്യൽ റേറ്റ്സ് ആൻഡ് കണ്ടീഷൻസ് എന്ന് വരുന്നുണ്ട്. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ആദ്യത്തെ ഓപ്ഷനാണ് സർവീസ് സച്ച് ആസ് ആഡ്സെൻസ് എന്നത്. ഇത് ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ആർട്ടിക്കിൾ ആൻഡ് പാരഗ്രാഫ് എന്നൊരു ഓപ്ഷൻ വരും. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആർട്ടിക്കിൾ 7 ആൻഡ് പാരഗ്രാഫ് 1 എന്ന് വന്നിട്ടുണ്ട്. ഇത് സെലക്ട് ചെയ്യുക. അതിനുശേഷം വിത്ത് ഹോൾഡിംഗ് റേറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ 0 റെഡ്യൂസ്ഡ് ട്രീറ്റി റേറ്റ് എന്നാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം ഇവിടെ വന്നിരിക്കുന്ന ഓരോ കോളവും നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ടിക്ക് മാർക്ക് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ രണ്ടാമതായി വന്നിരിക്കുന്നതും ഞാൻ ടിക്ക് മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വീണ്ടും ആർട്ടിക്കിൾ ആൻഡ് പാരഗ്രാഫ് എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആർട്ടിക്കിൾ 12 പാരഗ്രാഫ് 2A2 എന്നത് സെലക്ട് ചെയ്യുക. ഇവിടെ വിത്ത് ഹോൾഡിംഗ് റേറ്റ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് 15% ആണ്. അപ്പോൾ ഇത് സെലക്ട് ചെയ്യുക. അതിനുശേഷം അടുത്ത ഓപ്ഷൻ ടിക്ക് മാർക്ക് കൊടുക്കുക. ഇനി നമ്മൾ അടുത്തതായി വന്നിരിക്കുന്ന ഈ ഒരു ഓപ്ഷൻ കൂടി ടിക്ക് മാർക്ക് കൊടുക്കുക. ഇവിടെ നമുക്ക് ആർട്ടിക്കിൾ ആൻഡ് പാരഗ്രാഫ് എന്നൊരു ഓപ്ഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ നമ്മൾ 15 എന്ന് തന്നെയാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇത്രയും കൊടുത്തതിന് ശേഷം വീണ്ടും ഇവിടെ നമ്മൾ ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നാലാമതായി ഒരു സ്റ്റെപ്പ് വന്നിട്ടുണ്ട്, ആക്ടിവിറ്റീസ് ആൻഡ് സർവീസ് പെർഫോംഡ് ഇൻ US. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് നോ എന്നാണ്. അപ്പോൾ ഇത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. അതിനുശേഷം ഇവിടെ ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് എന്നതിൽ ടാപ്പ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ടാക്സ് റിപ്പോർട്ടിംഗ് ഗോ പേപ്പർലെസ് റെക്കമെൻഡഡ് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതിനാൽ തന്നെ നമ്മൾ ഗോ പേപ്പർലെസ് റെക്കമെൻഡഡ് എന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഐ ആക്സെപ്റ്റ് ദി പേപ്പർലെസ് ഡെലിവറി എന്ന് സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഗോ പേപ്പർലെസ് എന്ന് സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ ഡോക്യുമെന്റ് പ്രിവ്യൂ എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ കൊടുത്തിരിക്കുന്നതിൻ്റെ പ്രിവ്യൂ കാണാനുള്ള ഓപ്ഷനാണിത്. ഇവിടെ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ടാക്സ് ഫോമിൻ്റെ പ്രിവ്യൂ എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതിനുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ നമ്മുടെ അഡ്രസ് ഡീറ്റെയിൽസ്, അതുപോലെ നമ്മുടെ ഫോമിൽ നമ്മൾ ഇവിടെ എൻ്റർ ചെയ്തിരിക്കുന്ന പാൻ നമ്പർ ഡീറ്റെയിൽസ്, ഇതെല്ലാം തന്നെ എൻ്റർ ചെയ്ത ഒരു ഫോർമാറ്റാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. ഇപ്പോൾ ഞാനിത് ക്ലോസ് ചെയ്യുകയാണ്. ഇനി നമുക്കിവിടെ ഐ കൺഫേം ദാറ്റ് ഐ ഹാവ് റിവ്യൂഡ് ആൻഡ് ജനറേറ്റഡ് ടാക്സ് ഡോക്യുമെന്റ്സ് എന്നതിൽ ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇത്തരത്തിൽ സർട്ടിഫൈ ആൻഡ് സൈൻ എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇതിൽ ടിക്ക് മാർക്ക് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇവിടെ വന്നിരിക്കുന്ന അൺചേഞ്ച്ഡ് സ്റ്റാറ്റസ് അഫിഡവിറ്റ് എന്നത്, ഇതും ടിക്ക് മാർക്ക് കൊടുക്കുക. ഇവിടെ ഇയർ 2020, അതുപോലെ ഇവിടെ കുറച്ച് ഇൻഫർമേഷൻ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല. ഇനി നമ്മൾ സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരുമ്പോൾ യുവർ സിഗ്നേച്ചർ എന്നതിൽ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് യെസ് എന്നൊരു ഓപ്ഷനാണ്. അതിനുശേഷം നമ്മൾ ഇവിടെ സബ്മിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ അപ്ലോഡ് പ്രൂഫ് ഓഫ് റെസിഡൻസ് അഡ്രസ്, അതുപോലെ അപ്ലോഡ് പ്രൂഫ് ഓഫ് നെയിം എന്ന് വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ ഇപ്പോൾ ഒരുപാട് പേർ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് കൊണ്ടും ഒരുപാട് പേർ ടാക്സ് ഇൻഫർമേഷൻ എല്ലാം ഒരുമിച്ച് സബ്മിറ്റ് ചെയ്യുന്നത് കൊണ്ടും നമ്മൾ ഇൻഫർമേഷൻ എല്ലാം കറക്റ്റായി കൊടുത്താലും ഇതുപോലെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് എല്ലാം ചോദിക്കാറുണ്ട്. ഇതിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ നമ്മുടെ നെയിം പ്രൂഫ്, അതുപോലെ നമ്മുടെ അഡ്രസ് പ്രൂഫാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ ചിലപ്പോൾ നിങ്ങളുടെ പാൻ കാർഡിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന നെയിം, അതുപോലെ നിങ്ങളുടെ അക്കൗണ്ടിൽ കൊടുത്തിരിക്കുന്ന നെയിം, ഇതെല്ലാം ചിലപ്പോൾ മാറ്റമെല്ലാം ഉണ്ടായിരിക്കും. ഉദാഹരണമായി എൻ്റെ ചില ഡോക്യുമെന്റുകളിൽ എൻ്റെ നെയിം എന്ന് പറയുന്നത് ഫുൾ നെയിമാണ് കൊടുത്തിരിക്കുന്നത്, അതായത് നിവേദ് ആക്കപ്പറമ്പിൽ എന്ന്. എന്നാൽ ചില സർട്ടിഫിക്കറ്റുകളിൽ എൻ്റെ നെയിം എന്നത് നിവേദ് എ എന്ന് മാത്രമാണുള്ളത്. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വരുമ്പോഴും ഇതുപോലെ നെയിം പ്രൂഫ്, അതുപോലെ അഡ്രസ് പ്രൂഫ് എല്ലാം സബ്മിറ്റ് ചെയ്യാൻ പറയാറുണ്ട്. അതിനാൽ തന്നെ ഇതിൽ നമ്മൾ ടെൻഷൻ ആകേണ്ട ഒരു ആവശ്യവുമില്ല. ഇവിടെ വന്നിരിക്കുന്ന ആക്സെപ്റ്റഡ് പ്രൂഫ് ഓഫ് ഡോക്യുമെന്റ്സ്, അതായത് ഇവിടെ തന്നിരിക്കുന്ന ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, അല്ലെങ്കിൽ ടാക്സ് പേയർ സർട്ടിഫിക്കറ്റ്, അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെന്റ് ID. അപ്പോൾ ഇവിടെ നൽകിയിരിക്കുന്ന സപ്പോർട്ടിംഗ് ഡോക്യുമെന്റിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് നമ്മുടെ നെയിം പ്രൂഫ്, അതുപോലെ റെസിഡൻസ് അഡ്രസ് എല്ലാം നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഇവിടെ അപ്ലോഡ് എന്നതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ എൻ്റെ ഒരു ഡോക്യുമെന്റ് സെലക്ട് ചെയ്യുകയാണ്. ഇത്തരത്തിൽ ഞാനൊരു ഗവൺമെന്റ് ID പ്രൂഫ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ അഡ്രസ് പ്രൂഫ് നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടതായുണ്ട്. അതിനാൽ തന്നെ ഞാൻ ഇതുപോലെ ഒരു അഡ്രസ് പ്രൂഫ് കൂടി ഇവിടെ സെലക്ട് ചെയ്യുകയാണ്. ഇനി നമുക്കിത് സബ്മിറ്റ് ഡോക്യുമെന്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം.
ഇപ്പോൾ നമുക്കിവിടെ വെരിഫിക്കേഷൻ ഇൻ പ്രോഗ്രസ് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതിനുശേഷം താങ്ക് യു ഫോർ സബ്മിറ്റിംഗ് യുവർ ടാക്സ് ഇൻഫർമേഷൻ. വി വിൽ നോട്ടിഫൈ ബൈ ഇമെയിൽ ആസ് സൂൺ ആസ് വി പ്രോസസ് ദി ടാക്സ് ഇൻഫർമേഷൻ എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഗോട്ട് ഇറ്റ് എന്ന് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ടാക്സ് ഫോം റിവ്യൂ ചെയ്യാൻ വേണ്ടി പെൻഡിങ് ആണെന്ന് കാണാം. ഇത്തരത്തിൽ ഇത് റിവ്യൂ എന്നതിൽ പോയത് കൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സബ്മിറ്റ് ചെയ്ത സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് അതുപോലെ ടാക്സ് ഇൻഫർമേഷൻ എല്ലാം റിവ്യൂ ചെയ്യാൻ സാധാരണ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 2 ദിവസമാണ്. അതിനാൽ തന്നെ നമുക്ക് 2 ദിവസം വെയിറ്റ് ചെയ്ത് ഇതിന്റെ സ്റ്റാറ്റസ് ചേഞ്ച് ആകുന്നുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഞാൻ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ടാക്സ് ഇൻഫർമേഷൻ 2 ദിവസത്തിനു ശേഷം അപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്